സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 144 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അക്ഷരീയമായ യുദ്ധത്തിൽ ഹല്ലേലൂയ കൈകൾക്ക് ബലമില്ലാതെ കൈകളില്ലാത്ത ഒരു ആളെ കൊണ്ട് യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിർത്തിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ട് അയാൾ മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരും, അല്ലേ? എന്നാൽ ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ ഈ ആത്മീയഗോളത്തിൽ ഒരു യുദ്ധമുണ്ട്. ആരുമായിട്ടാണ്? ഈ ലോകത്തിലെ ഹല്ലേലൂയ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മ സേനകളോടുമാണ് നമുക്ക് യുദ്ധമുള്ളത്. ജഡരക്തങ്ങളോടല്ല, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യരോടല്ല. ഹല്ലേലൂയ. എന്നാൽ അവരിലൂടെ നമ്മളോട് വ്യാപരിക്കും, നമ്മളോട് പോരാടുന്ന പോരിൻ്റെ ശക്തികളുണ്ട്. നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടി നമ്മുടെ ചിന്തകളിലേക്ക് അവർ വന്നിട്ട് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു: ഹല്ലേലൂയ, പോരിന് നിൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കണമെങ്കിൽ, യുദ്ധത്തിന് നീ തയ്യാറെടുക്കണമെങ്കിൽ നിൻ്റെ കഴിവിൽ ആശ്രയിച്ച് നിൻ്റെ ബലത്തിൽ ആശ്രയിച്ച് നീ യുദ്ധത്തിനിറങ്ങിയ നീ ജയിക്കത്തില്ല. ഹല്ലേലൂയ. ഇത് കാരണം ഇത് അക്ഷരീയമായ യുദ്ധത്തിനെക്കാട്ടി എത്രയോ ശ്രേഷ്ഠമായ ആത്മീയ യുദ്ധമാണ്. ജയം നിൻ്റെ പേരിലുള്ളതാണ്. ശത്രു നിന്നെ ജയിക്കുവാൻ അനുവദിക്കില്ല. അതിന് നിനക്ക് യേശു കർത്താവിൻ്റെ ഹല്ലേലൂയ സഹായം ആവശ്യമാണ്. പ്രാർത്ഥനയുടെ സഹായം ആവശ്യമാണ്. വചനത്തിൻ്റെ സഹായം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ കർത്താവിനെ ചേർന്ന് നീ ഒന്ന് നിൽക്കാമെങ്കിൽ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. നിന്നെ വെട്ടിക്കളയുവാൻ നോക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നിനക്ക് നിൽക്കണമെങ്കിൽ നീ ദൈവസന്നിധിയിലേക്ക് വാ, പ്രാർത്ഥനയിലേക്ക് തിരിയുക. ഹല്ലേലൂയ. കരഞ്ഞും വിലപിച്ചും ഇരിക്കുന്നത് നിർത്തിയിട്ട് ഹല്ലേലൂയ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ ശത്രുവിൻ്റെ മുഖത്ത് നോക്കി നീ പറയേ. അതിന് ഒരു പ്രാഗൽഭ്യം നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ജീവിതം അതുപോലെ ക്രമീകരിക്കപ്പെട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് നീ ഒന്ന് തിരിയാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ഏത് മേഖലയാകട്ടെ, പ്രിയ ദൈവത്തിലെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും, നിങ്ങൾ ഇനി എത്ര എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതൊരു മേഖലയിൽ പോയാലും, ഒന്നുകിൽ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരല്ലേ, ജോലി സ്ഥലം, റൂം, എവിടെയാകട്ടെ, അവിടെ എല്ലാം നിങ്ങളെ വിടാതെ പിന്തുടരുന്ന ദുരാത്മ ശക്തികളുണ്ട്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ. നിങ്ങൾ ആത്മീയമായി മുന്നോട്ട് വരരുത്, നിങ്ങൾ കർത്താവിന് വേണ്ടി ശോഭിക്കരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നത് കൊണ്ട്. പിശാച് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ: ഹല്ലേലൂയ, ആരും ദൈവത്തെ അറിയരുത്, ആരും ദൈവത്തെ സേവിക്കരുത്, എല്ലാവരും ദൈവത്തെ തള്ളിപ്പറയണം. അതാണ് അവൻ്റെ ആഗ്രഹം. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി കർത്താവ് സ്വന്തം ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, നീ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നീ മുന്നേറുക. നിൻ്റെ മുമ്പിലുള്ള പോരുകളോട് നീ പോരടിക്കാൻ പോണ്ട, നീ പ്രതികാരം ചെയ്യാൻ പോണ്ട, നീ മറുപടി പറയാൻ പോണ്ട. നിനക്ക് വേണ്ടി മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. നീ പ്രാർത്ഥിച്ച് ജാഗരിച്ച് മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം ഹല്ലേലൂയ നിന്നെ ശക്തിപ്പെടുത്തുവാൻ, അഭിഷേകത്തിൽ നിന്നെ നിറയ്ക്കുവാൻ ഹല്ലേലൂയ